നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകൾ, ഒന്ന് നീറ്റ്, ഒന്ന് നെറ്റ്. ആ രണ്ട് പരീക്ഷയുടെയും ഈ വർഷത്തെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. നെറ്റ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കേണ്ടി വന്നു. നീറ്റ് പരീക്ഷയിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു, അന്വേഷണങ്ങൾ നടക്കുന്നു, പുതിയ ഏജൻസികൾ അന്വേഷണവുമായി വരുന്നു, വാദപ്രതിവാദങ്ങൾ തുടരുന്നു. പക്ഷേ നീറ്റ് ഇപ്പോഴും നീറ്റായിട്ടുമില്ല. ഇന്ന് ഏറ്റവും ഒടുവിൽ നീറ്റ് എന്ന് കേട്ടത് 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിലാണ്. വിദ്യാഭ്യാസ മന്ത്രി സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയപ്പോൾ പ്രതിപക്ഷ ഭാഗത്ത് ഒന്നാകെ നീറ്റ് എന്ന് ഉറക്കെ വിളിക്കുകയായിരുന്നു. അദ്ദേഹത്തെ പരിഹസിക്കുകയായിരുന്നു ഉദ്ദേശം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് പ്രതിഷേധമറിയിക്കുകയായിരുന്നു ഉദ്ദേശം. അജിംസ്, നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി കുട്ടികളൊക്കെ ഇങ്ങനെ കുട്ടികൾ പരീക്ഷ എഴുതുന്നു. കാരണം അതിലൊരു പ്രശ്നങ്ങളുമില്ല, വളരെ കൃത്യമായി നടക്കുന്നൊരു പരീക്ഷയായിരുന്നു ഇത്രയും കാലം എല്ലാവരും കരുതിയത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. സത്യത്തിൽ രാജ്യത്തെ പ്രധാനമന്ത്രി മറുപടി പറയേണ്ട ഒരു കേസല്ലേ ഇത്, നീറ്റായാലും നെറ്റായാലും? ഈ ദേശീയ പ്രവേശന പരീക്ഷകളിൽ എപ്പോഴും ഒന്നാം റാങ്ക് കിട്ടുക, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ശ്രദ്ധിച്ചാലും ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനം ബീഹാർ, ഹരിയാന, ജാർഖണ്ഡ്, അതുപോലെ മധ്യപ്രദേശ്, ഈ സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാൻ, ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ ടോപ്പറാവുക. അവിടെ അതൊരു നല്ലൊരു ബിസിനസ് കൂടിയാണ്. ഏറ്റവും കൂടുതൽ കോച്ചിങ് സെൻറ്ററുകളൊക്കെ ഉള്ള ഒരു സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ. ശരിയാണ്, 10ന് തൊട്ടടുത്ത് നമുക്കൊക്കെ കിട്ടും. നമുക്ക് കൂടുതൽ പേര് എഴുതുന്നത് കേരളത്തിൽ നിന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ പേര് കേരളത്തിൽ നിന്ന് ധാരാളം പേര് എഴുതുന്നുണ്ട്, നെറ്റാണെങ്കിലും നീറ്റാണെങ്കിലും എഴുതുന്നുണ്ട്. പക്ഷേ അത് പാസ്സാവുന്നതല്ല, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ബീഹാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എഡ്യൂക്കേഷൻ ലെവലിൽ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. പക്ഷേ അവിടെ നിന്നുള്ള ഒരാൾ ടോപ്പേഴ്സ് ആവുക പലപ്പോഴും. അപ്പോൾ ഇതെന്താണെന്ന് അത്ഭുതപ്പെടാറുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുക ഈ അവിടെയുള്ള കോച്ചിങ് സെൻറ്ററുകളുടെ മികവായിരിക്കും ഇങ്ങനെ എല്ലാവർക്കും ഇത്ര മാർക്ക് കിട്ടുന്നത്, 100 മാർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ 720 മാർക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ കോച്ചിങ് സെൻറ്ററുകളുടെ മികവായിരിക്കും എന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ എത്രയോ വർഷമായി, ഇപ്പോൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെയുള്ള സമയം മുതൽ ഈ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ചും ബീഹാർ കേന്ദ്രീകരിച്ച് വലിയ മാഫിയകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ഒരാൾ രഞ്ജിത്ത് ഡോൺ എന്നറിയപ്പെടുന്ന ഒരാളാണ്. അയാളാണ് ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്നാണ് പറയുന്നത്. അയാൾ 90കൾ മുതൽ, അതായത് കാറ്റ് എക്സാം തുടങ്ങി ഒരുപാട് എക്സാമുകളിൽ കൃത്രിമം കാട്ടിയതിന് ഒരുപാട് അറസ്റ്റിലാവുകയും 1.5 വർഷത്തോളം ജയിലിൽ കിടന്നയാളാണ് ഈ രഞ്ജിത്ത് ഡോൺ. പലവട്ടം അയാളുടെ പേര് വ്യാപം അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. വ്യാപം അഴിമതി നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതികളൊന്നാണ് വ്യാപം അഴിമതി. അപ്പോൾ അയാൾക്ക് ബീഹാറുകാരനാണ് അയാൾ. പക്ഷേ ബീഹാറിൽ മാത്രമല്ല അയാളുടെ ഹോൾഡ്, മധ്യപ്രദേശിലുണ്ട്, പല സംസ്ഥാനങ്ങൾക്കും അയാൾക്ക് ഈ തരത്തിൽ ഹോൾഡുണ്ട്. ഈ ഹോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് ഹോൾഡാണ്? അത് പല രീതിയിലാണ്. ഒന്ന്, എക്സാമും മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിക്കുക, യഥാർത്ഥ ആപ്ലിക്കൻറ്റിന് പകരം മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിക്കുക മുതൽ പലതരത്തിലുള്ള ട്രിക്കുകളുണ്ട്. പ്രത്യേകിച്ചും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് വരെ. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാണ് അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയതിന് ശേഷം അതൊക്കെ ബാങ്കുകളുടെ ലോക്കറിലാണ് സൂക്ഷിക്കുന്നത്, പിന്നീടാണ് എക്സാം സെൻറ്ററിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ നിന്ന് ചോർത്തുന്നതാണോ, അതല്ല ഈ ടെസ്റ്റ് നടത്തുന്ന ഏജൻസിയിലെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ടൈപ്പ് വഴി ചോർന്നാണെന്നൊന്നും ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം അന്വേഷണം തുടരുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അവർക്ക് എത്രമാത്രം സ്വാധീനമുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രഞ്ജിത്ത് ഡോൺ എന്ന് പറയുന്നയാൾ NDAയിലെ ഘടകകക്ഷിയായ LJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ബീഹാർ അസംബ്ലിയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അയാൾക്ക് അങ്ങനെ ഒരു ബന്ധം, LJPയുമായിട്ട് രാഷ്ട്രീയ ബന്ധമുണ്ട്. അതറിയാവുന്നവരാണ് അവിടെ ബീഹാറിലെ BJP നേതാക്കൾക്ക്. ഇയാൾ ഒരു തവണ 1.5 വർഷം ജയിലിൽ കിടന്നയാളാണ് ഈ മത്സരിക്കുന്നത് പറയണം. മുമ്പ് തട്ടിപ്പ് കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കിടന്നയാളാണ് മത്സരിക്കുന്നത്. അപ്പോൾ LJP എന്ന NDAയുടെ ഘടകകക്ഷി അയാൾക്ക് സീറ്റ് കൊടുക്കണമെങ്കിൽ ഇയാളുടെ പാസ്റ്റർ ഏതല്ല കൊടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ ബന്ധം അയാൾക്കുണ്ട്, ഈ പറയുന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബ്യൂറോക്രാറ്റ് ബന്ധമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരിക്കലും ഒരു മാഫിയയ്ക്കും, ഇതൊരു മാഫിയ തന്നെയാണ്, എത്രയോ വർഷമായിട്ട് നിലനിൽക്കുന്ന മാഫിയാണ്, ഒരു മാഫിയയ്ക്കും രാഷ്ട്രീയ പിന്തുണയില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. കാരണം ഇത്തരം മാഫിയകൾക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ട് എങ്കിൽ, കഴിഞ്ഞ 10 വർഷമായി BJPയാണ് ഭരിക്കുന്നതെങ്കിൽ, ഈ മാഫിയ ഇത്ര ഫുൾ ഫ്ലഡ്ജായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പർ വരെ ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സർക്കാർ തന്നെയാണ് മറുപടി പറയേണ്ടത്. സർക്കാർ മറുപടി പറഞ്ഞാൽ മതിയാവും. ഇപ്പോൾ ഈ BJPയുടെ പ്രകടനത്തിൽ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു ഈ പരീക്ഷാ തട്ടിപ്പുകൾ ഞങ്ങൾ നിർത്തലാക്കുമെന്നുള്ളത് 2024. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വരുന്നതിന് മുമ്പ് തന്നെ പാർലമെൻറ്റിൽ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു, ബില്ല്. ആ ബില്ല് പാസ്സാക്കി, ഇരുസഭകളും പാസ്സാക്കി, അത് ചട്ടം ഉണ്ടാക്കി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് കഴിഞ്ഞ ദിവസമാണ്. ഈ പ്രശ്നമൊക്കെ ഉണ്ടായതിനു ശേഷമാണ്. അപ്പോൾ അതിലൊരു മെല്ലെപ്പോക്ക്, ഒരുതരം നിസ്സംഗത നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രവേശന പരീക്ഷയാണ് നീറ്റ് എന്ന് പറയുന്നത്, കുട്ടികളുടെ എണ്ണത്തിൽ.
അപ്പോൾ ഇത് ഒരു പരീക്ഷ പോലും വൃത്തിയായിട്ട് നടത്താൻ കഴിയാത്ത ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ആ സർക്കാരിനെതിരെ ജനരോഷം ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഇതൊരു ജനകീയ വിഷയമായി വരികയും ജനം തെരുവിലിറങ്ങുകയും ചെയ്തിട്ടില്ല. കാരണം പ്രധാനമായും ഈ എക്സാമൊക്കെ എഴുതുന്ന ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ തെരുവിലിറങ്ങാത്തവരായിരിക്കാം. എങ്കിൽ പോലും സർക്കാരിന് വലിയ തോതിലുള്ള എതിർപ്പ് പാർലമെൻറ്റിൽ വരും ദിവസങ്ങളിൽ നേടേണ്ടി വരും. കാരണം ഈ ഒരു രോഷം ജനപ്രതിനിധികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷമൊക്കെ ഇപ്പോൾ സ്ട്രോങ് ആയ സാഹചര്യത്തിൽ പാർലമെൻറ്റിൽ അവർക്ക് മറുപടി പറയേണ്ടി വരും. ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിന് എന്താണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നയാൾ, അദ്ദേഹത്തെ മാറ്റി ഒരു പുതിയ ആളെ നിയമിച്ചിട്ടുണ്ടല്ലോ, പുതിയ ഉദ്യോഗസ്ഥനെ തന്നെയാണ് നിയമിച്ചിട്ടുള്ളത്. ആ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് പരിശോധിക്കണം. അയാൾക്ക് ഈ എക്സാം നടത്തിയുള്ള എന്തെങ്കിലും പ്രവർത്തന പരിചയമുണ്ടോ, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും മേധാവിയായിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വളരെ എന്താണ് പറയുക, രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പുകൾ ആണ് ഇത്രയും ഏജൻസികളുടെ തലപ്പത്ത് ആളുകൾ വയ്ക്കുന്നത്. രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പുകൾ വഴിയാണ്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയമായ ചിന്തയുണ്ടാവുക, രാഷ്ട്രീയമായ താല്പര്യങ്ങൾ മാത്രമേ ആ ടെസ്റ്റ് നടത്താൻ തന്നെ ഉണ്ടാവുക. ഒരു RSS അനുഭാവി എന്നതിനപ്പുറം അങ്ങനെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ആളായിരുന്നില്ല ഇതിന് മുമ്പുള്ള ഡയറക്ടർ. അപ്പോൾ അങ്ങനെ ആളുകൾ നിയമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ആ പ്രശ്നത്തിന് സർക്കാർ എന്തായാലും പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞേ പറ്റും. ഇപ്പോൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മേധാവിയെ മാറ്റുന്നു, അത് പിരിച്ചുവിടണമെന്നുള്ള ആവശ്യമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നമുക്കറിയാം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾ സ്വന്തം നിലക്ക് പരീക്ഷ നടത്തേണ്ടി വരും. അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കും ഒക്കെയാണ് പോവുക. പല രീതിയിലുള്ള പല തട്ടിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇതിന് ശാശ്വതമായ പരിഹാരം എന്താണ്? സത്യത്തിൽ BJP ഇക്കാര്യത്തിൽ അവലംബിക്കുന്ന മൗനം എന്ന് തന്നെയാണ്. മൗനം വലിയ ചർച്ചയാക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ദേശീയ മാധ്യമങ്ങൾ പോലും അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള വേറെ വിഷയം. അവരാണല്ലോ ഇതിൻ്റെ ഉത്തരവാദികൾ. ഇതൊന്നും നടക്കുന്നുമില്ല. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിടണമെന്നുള്ള വാദം മറുഭാഗത്ത് നടക്കുന്നു. എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ ഇനി? അല്ല, ശാശ്വതമായ പരിഹാരം എന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുകയും പൊളിറ്റിക്കൽ സപ്പോർട്ട് പൂർണ്ണമായും അവസാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ ഇപ്പോൾ അജിംസ് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ദീർഘകാലം ഇങ്ങനെ തട്ടിപ്പ് നടത്തിക്കൊണ്ടേയിരിക്കാൻ ഒരാൾക്ക് കഴിയുന്നത്? BJP നേതാവിൻ്റെ ബന്ധുവിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരീക്ഷ എഴുതിയ 6 പേർക്കാണ്, അവരാണ് ടോപ്പർമാർ. എന്ന് വെച്ചാൽ BJP നേതാവുമായി ബന്ധമുള്ള ആളുകൾക്ക്, ഭരണകൂട ബന്ധമുള്ള ആളുകൾ, NDAയിലെ ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പ്രധാനപ്പെട്ട ആൾ തലപ്പത്തിരിക്കുന്ന എന്താ പറയുക തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇതിനകത്ത് ഒരു റൂളിംഗ് പാർട്ടിയുടെയോ പാർട്ടി ബന്ധുക്കളുടെയോ സഹായം കിട്ടുന്ന ഏർപ്പാടാണ് എന്ന് ജനം സീരിയസ് ആയി ഇതിനെക്കുറിച്ച് സംശയിക്കുന്നുണ്ട്. അത് അവസാനിപ്പിച്ചു എന്ന് വ്യക്തത വരുത്താൻ സർക്കാരിന് കഴിയണം. പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു എന്നുറപ്പാക്കാൻ കഴിയണം. മറ്റൊന്ന്, ഈ പരീക്ഷയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഈ പരീക്ഷ റദ്ദാക്കി വീണ്ടും പരീക്ഷ നടത്താൻ സർക്കാരിന് കഴിയണം. സർക്കാർ ഈ പരീക്ഷ റദ്ദാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതേയില്ല. ഗ്രേസ് മാർക്ക് കിട്ടിയവർ, അതുപോലും വിചിത്രമായ വാദമാണ്, ഗ്രേസ് മാർക്ക് കിട്ടിയവരുടെ മാത്രം പുനഃപരിശോധിക്കാം എന്നത് മാത്രമാണ് സർക്കാരിൻ്റെ നിലപാട്. നോക്കൂ, ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ്. അത് നമ്മുടെ പൊതുപ്രവേശന പരീക്ഷകളുടെ ഉന്നതമായ മൂല്യം കാത്തുസൂക്ഷിക്കുക, അതിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക, സുതാര്യവും സുരക്ഷിതവുമാക്കുക എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച നയം, അതിൻ്റെ രൂപരേഖ അതായത് രാജ്യത്തൊന്നാകെ ഒരു ഏക സ്വഭാവം ഉണ്ടാക്കുക. യെസ്, അപ്പോൾ അതിനൊരു സുഘടിത രൂപം ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പം അതെവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം, സർക്കാർ ഇത് രാജ്യത്തെ അധികം ആളുകളെ ബാധിക്കുന്ന ഈ സിസ്റ്റം കൊളാപ്സ് ആയതിനെക്കുറിച്ച് ഗവൺമെൻറ് മറുപടി പറയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാന സംഗതികളിലൊന്ന്. നരേന്ദ്രമോദി സാധാരണ നിലയ്ക്ക് അങ്ങനെയാണ്. രാജ്യത്തെ ആകമാനം ബാധിക്കുന്ന സർക്കാർ ഡിഫൻസിലാവുന്ന വിഷയങ്ങൾ അദ്ദേഹം മൗനം അവലംബിക്കും. വിലക്കയറ്റത്തെക്കുറിച്ചോ തൊഴിലില്ലായ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ വില വർധനയെക്കുറിച്ചോ അങ്ങനത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരുമല്ലോ. മണിപ്പൂരിനെ കുറിച്ചൊക്കെ ഉണ്ടാകുമ്പോൾ നിശബ്ദത പാലിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി, അതേ സ്ട്രാറ്റജി അദ്ദേഹം ഇവിടെ ആവർത്തിക്കുകയാണ്. നരേന്ദ്രമോദി നോക്കി നമുക്ക് കാണാൻ കഴിയൊരു കാര്യം, അദ്ദേഹം എല്ലാ പരീക്ഷയിലും പ്രധാനപ്പെട്ട പരീക്ഷകളിലൊക്കെ തലേദിവസം കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. എങ്ങനെ പരീക്ഷ എഴുതണം, എങ്ങനെ നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കാനുള്ള ട്രിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെ പരീക്ഷ എഴുതി പരിചയമുള്ള ആളാണ്. അതായത് എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ബിരുദമുള്ള ആൾ കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പരീക്ഷയെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായിട്ടും കാണുകയും അതിനുവേണ്ടി എപ്പോഴും വ്യക്തിപരമായി തന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ഇത്ര അധികം വലിയ പ്രശ്നം ഉണ്ടായിട്ട് അതേക്കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ അവരതിനെ കാണുന്നത് നീറ്റ് പരീക്ഷയിൽ കുറേ പേര് കോപ്പി അടിച്ചോ, അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്, അത് വിഷയമല്ല അവരുടെ. നേരത്തെ അജിംസ് പറഞ്ഞില്ല, അതായത് NTA തലപ്പത്ത്, ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പത്ത് ആരെ വെക്കണം, അത് നമ്മുടെ പ്രധാനപ്പെട്ട ആരെങ്കിലും വെക്കാം. അയാളുടെ ക്വാളിഫിക്കേഷൻ അവർക്ക് മാറ്ററല്ല. അവിടെ മാത്രമല്ല, രാജ്യത്തെ സർവകലാശാലകളുടെയൊക്കെ തലപ്പത്ത് ആരെ വെക്കണം. ഈ സർക്കാർ ആദ്യം വന്നപ്പോൾ, നരേന്ദ്രമോദി ആദ്യം വന്നതിന് ശേഷം പല പ്രധാനപ്പെട്ട സർവകലാശാലകളുടെയും തലപ്പത്ത് അവർക്ക് തോന്നുന്ന ആരെയൊക്കെ പിടിച്ചു വെച്ചു. അതിൻ്റെ പേരിൽ അവിടെ എല്ലാം തലയ്ക്ക് വെളിവുള്ള ആൾക്കാർ വലിയ തോതിലുള്ള സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടാണ്. എന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസ മേഖലയെ അവർ കാണുന്നത് അങ്ങനെയാണ്. അതിനെ ഒരു സീരിയസ് ആയി എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഗുജറാത്തിൽ നിന്നൊരു കക്ഷി, ഒരു ചെറുപ്പക്കാരൻ പറയാണ്, നരേന്ദ്രമോദിയാണ് വീണ്ടും അധികാരത്തിൽ വരേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്.
അപ്പോൾ മാധ്യമപ്രവർത്തനം ചോദിക്കും നിങ്ങൾ എന്താ പഠിക്കുന്നത് BA നിങ്ങൾ ഏത് സ്ട്രീമാണ് പഠിക്കുന്നത്? അപ്പോൾ അവൻ്റെ മറുപടി ഞാൻ പ്ലെയിൻ BA ആണ് എന്നാണ്. അവൻ പഠിക്കുന്ന BA അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ അവന് കഴിയുന്നില്ല. പ്ലെയിൻ BA ആണ് ഞാൻ പഠിക്കുന്നത്. അത് ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ നിലയ്ക്ക് അവർ വിദ്യാഭ്യാസത്തെ കാണുന്നുള്ളൂ. പ്ലെയിൻ BA എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലേവറുള്ള BA പറയുന്നത് അത് എയ്റോപ്ലെയിനെ കുറിച്ച്. ഞാൻ പറഞ്ഞത് എന്താണ് പഠിക്കുന്നത്, ഏതാണ് സബ്ജക്റ്റ്, ഏതിൻ്റെ ഓറിയൻറ്റേഷൻ, അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയാത്ത വിധം ഉള്ള ആൾക്കാർ. ഇനിയിപ്പോൾ അയാൾ BA തന്നെയാണോ എന്നുള്ളത് പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷേ ആ വീഡിയോ ഭയങ്കര വൈറലാണ്. അല്ല, ഇതിൽ പറയുന്നത് ഇപ്പം ചോദിക്കുന്ന പല BJP പ്രൊഫൈലും ചോദിക്കുന്നത് ഇതൊരു പ്രവേശന പരീക്ഷയുടെ പ്രശ്നമല്ലേ ഉള്ളത്, ഇത് MBBS ടെസ്റ്റിൽ ചോദ്യം ലീക്കായതല്ലോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇത് ഡോക്ടർ ആവാനുള്ള പരീക്ഷയല്ലല്ലോ, ഡോക്ടർ ആവാൻ വേണ്ടിയുള്ള പഠിത്തത്തിന് വേണ്ടിയുള്ള പരീക്ഷയാണല്ലോ. അത് മാത്രമല്ല, ചോദ്യം മാത്രമല്ല ലീക്കായിട്ടുള്ള, ഉത്തരം ലീക്കായിട്ടില്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത്ര സീരിയസ് ആയി ഇതിനെടുക്കേണ്ട കാര്യമുണ്ടോ? അത് ഞാൻ പറയണ്ടെന്ന് വെച്ചാൽ അല്ല, ഞാൻ പറഞ്ഞത് അപ്പോൾ BJPയുടെ ഡിഫൻസിന് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണ് സീരിയസ് ആയി എടുക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട പരീക്ഷകളിലൊക്കെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഹനുമാൻ കൊണ്ടുവന്ന ഈ പറയുന്ന മരുന്ന് ഏതാണ്, ഇമാതിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുക. മതങ്ങളിലെ മിത്തുകളുമായി ബന്ധപ്പെട്ട ഏത് മതത്തിൻ്റെ ആയാലും ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലല്ലോ പ്രധാനപ്പെട്ട പരീക്ഷകളിൽ മേജർ ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ മേജർ പോർഷൻസ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വരേണ്ടത്. പക്ഷേ അങ്ങനെയൊക്കെ കൊണ്ടുവരിക, അവർക്ക് ഇഷ്ടക്കാരെയൊക്കെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ തലപ്പത്ത് വയ്ക്കുക. പിന്നെ ഇത്തരം മാഫിയകൾക്ക് കയറി വിളയാടാനുള്ള അവസരം പ്രധാനപ്പെട്ട പരീക്ഷാ നടത്തിപ്പുകൾ കൊണ്ടുവരിക. ഇത് സർക്കാർ കഴിഞ്ഞ ഒരു 10 വർഷമായി സ്വീകരിച്ചു പോരുന്ന ഒന്നാണ്. നമ്മുടെ കുട്ടികൾ ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കേണ്ട എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗവൺമെൻറ് എന്തൊക്കെയോ വഷളത്തരങ്ങളാണ് ആൾക്കാരെ പഠിപ്പിക്കുന്നത്. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട കണ്ടില്ല ഏറ്റവും അവസാനം, ബാബരി മസ്ജിദിൻ്റെ ചരിത്രം പഠിക്കേണ്ട, അത് പൊളിച്ചതിനെക്കുറിച്ച് പഠിക്കേണ്ട, നിയമ നടപടികളെക്കുറിച്ച് പഠിക്കേണ്ട. അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, അതിനുശേഷം അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചു, അത്രയൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ കുട്ടികൾ ശരിയാവണ്ണമുള്ള ചരിത്രം പഠിക്കേണ്ട, ശരിയാവണ്ണമുള്ള സയൻസ് പഠിക്കേണ്ട എന്നീ പ്രശ്നങ്ങൾ, എന്നീ തരത്തിലുള്ള സമീപനത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഗവൺമെൻറ് പ്രധാനമന്ത്രി മോദിയോ നീറ്റ് പരീക്ഷയിൽ കുട്ടികൾക്കുണ്ടായ വിശ്വാസ നഷ്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിനകത്തുള്ളൊരു കാര്യം ചോദിച്ചാൽ, നേരത്തെ ഇപ്പോൾ അജിംസ് പറഞ്ഞു, ചില സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും ഇതിന് വരിക. അപ്പോൾ അവിടെ ഒരുപക്ഷെ അവിടുത്തെ അങ്ങനത്തെ ഓറിയൻറ്റേഷൻ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. അങ്ങനെയായിരിക്കും തന്നെ വലിയ തോതിലുള്ള സംശയം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും കാലം ഈ ഒന്നാം സ്ഥാനത്ത് വന്നവർ, അങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെട്ടവർ, പ്രധാനപ്പെട്ട കസേരകളിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളുകൾ, അവരൊക്കെ ഇങ്ങനെ വന്നതാണോ? ഈ തട്ടിപ്പ് എത്രയോ കാലമായി നടക്കുന്നുണ്ടോ? അങ്ങനെ ഇത്രയും കാലം നമ്മൾ വഞ്ചിതരാവുകയായിരുന്നു, നമ്മുടെ സിസ്റ്റം എന്തുമാത്രം വലിയ കുഴപ്പത്തിലാണ് എന്ന വലിയ അവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പരീക്ഷ എഴുതുന്നവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഇതിപ്പോൾ ഈ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ള പ്രശ്നമാണെങ്കിൽ, ഈ ഉണ്ടായിട്ടുള്ള അവിശ്വാസം ഈ രാജ്യത്തെ ആഗമനം ബാധിക്കുന്നതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട കസേരകളിലിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ജയിച്ചതിന് മുമ്പുള്ള പരീക്ഷകൾ വന്ന ആളുകൾ, ആഘോഷിക്കപ്പെട്ടവർ, അവർ കള്ളത്തരത്തിൽ വന്നവരാണോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിൻ്റെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെയും സഹായം ഇല്ലാതെ ഒരു മാഫിയയ്ക്കും അതിജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും മാഫിയയെ സഹായിക്കാൻ കഴിവുള്ള പാർട്ടിയും സർക്കാരും ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വേറെ ആർക്കും കഴിയില്ല. വേറെ ആരെക്കൊണ്ടെങ്കിലും EDയും NIAയും CBI ഒക്കെ വന്ന് പൂട്ടും. സഹായിക്കാൻ ഏത് തരത്തിലുള്ള ലോബിയെയും സഹായിക്കാൻ കഴിയുന്ന ഒരൊറ്റ അധികാര പാർട്ടിയെ ഇന്ത്യയിലുള്ളൂ. അപ്പോൾ അത് കൂടി എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് ഗവൺമെൻറ് അതിനകത്ത് മറുപടി പറയുമ്പോൾ അതിനകത്ത് പ്രോപ്പർ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചാൽ വലിയ പാടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഉത്തരം ചോർന്നിട്ടില്ലല്ലോ എന്ന് പറയും, മാസ് മറുപടി എന്ന് പറഞ്ഞ് കൈയടിക്കാൻ പറ്റിയ ആൾക്കാരെ അവരുണ്ടാക്കിയിട്ടുണ്ട്.